ഹലോ. അപ്പോൾ ടൈം ഇപ്പോൾ ഒരു 4:45 5 മണിയാവേ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോയിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങളുടെ പ്ലാറ്റ്ഫോം അപ്പുറത്തെ വശത്തായിരുന്നു കേട്ടോ. അതിനുവേണ്ടി ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് എവിടെയാണെന്നൊക്കെ നോക്കുകയാണേ. അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ തിരഞ്ഞ് നടക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷം ട്രെയിനിനകത്ത് കയറിയായിരുന്നു കേട്ടോ. രാവിലത്തെ ആ ഒരു തണുപ്പും നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. നല്ലൊരു മഴക്കാറും എല്ലാം കൂടെ ആയപ്പോൾ നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. ആ ഒരു തണുപ്പ് മാറാനായിട്ട് രാവിലെ തന്നെ ഒരു കോഫി, അതായത് നമ്മൾ എല്ലാവരും കോഫി വാങ്ങിച്ചായിരുന്നു കേട്ടോ. കോഫി എന്ന് പറയാനേ പറ്റത്തുള്ളൂ, അതിൻ്റെ ഒരു മണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ട്രെയിനിലെ കോഫിയും ഫുഡും എല്ലാം നിങ്ങൾക്കറിയാമല്ലോ, അപ്പോൾ അതിൻ്റെ അത്ര ക്വാളിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന്. ഞാൻ ആ ഒരു തണുപ്പ് ശമിക്കാനായിട്ട് ആ ഒരു കോഫി നല്ലൊരു എനർജി തന്നായിരുന്നേ. പിന്നെ ട്രെയിനിലെ ആ യാത്രകളൊക്കെ നല്ലൊരു രസം തോന്നിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ പോകുന്നത് ആലപ്പുഴയിലോട്ടാണ് കേട്ടോ. എന്തിനാ പോകുന്നതെന്നുള്ള കാര്യവും കാരണങ്ങളും എല്ലാം പറഞ്ഞു തരാമേ. ഞങ്ങൾ രാവിലെ ഇറങ്ങിയതല്ലേ, അപ്പോൾ എൻ്റെ ഡാഡി ആണെങ്കിൽ രാവിലെ തന്നെ ഇൻസുലിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് എന്തെങ്കിലും കഴിക്കണം കേട്ടോ. ഷുഗർ അത്ര കൺട്രോളിങ്ങിലല്ല, അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് എന്തെങ്കിലും കഴിക്കണമെന്നാണ് വിചാരിച്ചതെങ്കിലും പക്ഷേ ട്രെയിനിൽ കിട്ടുന്നത് എന്താണോ അത് വാങ്ങിച്ച് കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഉപ്പുമാവാണേ വാങ്ങിയത്. മക്കൾക്കാണെങ്കിൽ സാൻഡ്വിച്ച് എന്നും പറഞ്ഞ് മക്കൾ വാങ്ങിയതാണേ. ബ്രെഡ് ഓംപ്ലേറ്റ് ആയിരുന്നു കേട്ടോ. അവർക്ക് അത് അത്ര ഇഷ്ടമായില്ല കേട്ടോ. ഈ ട്രെയിനിലെ യാത്രകളിലെ കാഴ്ചകളൊക്കെ നല്ല രസമാണല്ലേ. അതുപോലെ അവിടെ ആലപ്പുഴയിൽ എത്തിയായിരുന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ അനുശേഷം ഒരു ഓട്ടോയിലാണ് കേട്ടോ പോയത്. അതിനുശേഷം ഞങ്ങൾ കയറിയത് ഫുഡ് കഴിക്കാനാണ്. കൃപാസനം, അതായത് ആലപ്പുഴയിൽ കൃപാസനം മാതാവിൻ്റെ അടുത്താണ് കേട്ടോ ഞങ്ങൾ വന്ന്. പിന്നെ അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ആ കൃപാസന മാതാവിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഉള്ളൊരു വൈബ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ കിട്ടിയത്. കാരണം അതിനകത്ത് കയറുമ്പോൾ തന്നെ അത് മനസ്സിലാവും കേട്ടോ. ഞങ്ങൾ കയറിയ പാടെ ഓരോരുത്തരും അവരുടേതായിട്ട് അനുഭവങ്ങൾ, അതായത് മാതാവ് നടത്തിയ അത്ഭുതങ്ങൾ, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയോ അതെല്ലാം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു കേട്ടോ അവിടെ മൈക്കിൽ കൂടെ ലൈവായിട്ട് കാണിക്കുന്നത്. ഇനി ഈ കാണുന്നതെല്ലാം ഉടമ്പടി എടുത്ത ആൾക്കാരെയാണ് കേട്ടോ. മാതാവിനെ കൊണ്ട് അവിടെ പള്ളി ആൾത്താരയിൽ കയറുന്ന ആ കാര്യങ്ങളാണ് കേട്ടോ. വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ നേർച്ചകളും കാര്യങ്ങളാണ് കേട്ടോ. എന്തോ ഒരു ജനങ്ങളാണെന്ന് അറിയുമ്പോൾ അവിടെ വന്ന് കയറുന്നത്. ഇങ്ങോട്ടോ നിന്ന് തിരിയാൻ പറ്റാത്ത വിധത്തിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടമായിരുന്നു കേട്ടോ ആ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്നിരുന്നത്. ഭേദമില്ലാതെ എത്തുന്നതാണ് കേട്ടോ ഇവിടെ. അത്രയ്ക്ക് ജനക്കൂട്ടമായിരുന്നു കേട്ടോ. എത്തുന്ന പലരും പല ആവശ്യങ്ങളായി വരുന്നവരായിരിക്കും. പലരും ജോലി കാര്യങ്ങൾക്കും പിന്നെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും അതുപോലെ രോഗശാന്തിക്കും വേണ്ടിയാണ് കേട്ടോ പലരും ഇവിടെ എത്തുന്നത്.